അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇന്ന് നമുക്ക് സീറ അൻ-നബവിയ്യയുടെ 17ാമത്തെ ഭാഗമാണ് മനസ്സിലാക്കാനുള്ളത്. ഖുറൂജുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിജാറത്തി ഖദീജ റളിയല്ലാഹു അൻഹ. ഖദീജ റളിയല്ലാഹു അൻഹായുമായി അവരുടെ വ്യാപാരവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുറപ്പെട്ടു എന്നുള്ള ആ ഭാഗമാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 25 വയസ്സായപ്പോൾ ഖദീജ ബിൻത്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ അവരുടെ മൂലധനവുമായി ഷാമിലേക്ക് വ്യാപാരയാത്ര പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഖദീജ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്നത് ഉന്നത വംശപാരമ്പര്യമുള്ള സമ്പന്നയായ വളരെയധികം ബുദ്ധിശാലിയായ ഒരു വ്യാപാരിയായിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അവർ സ്വന്തം സമ്പത്ത് മറ്റുള്ളവർക്ക് മുളാറബത്ത് എന്നാണ് പറയുക, അത് ലാഭവിഹിതത്തിന് ചില ലാഭവിഹിതം അടിസ്ഥാനമാക്കി അവർക്ക് വ്യാപാരത്തിനായി നൽകുമായിരുന്നു. അങ്ങനെയാണ് അവർ കച്ചവടം നടത്തിയിരുന്നത്. അപ്പോൾ ഇവിടെ ഈ കച്ചവടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിശ്വസ്തതയും ഉത്തമ സ്വഭാവവും ഒക്കെ അവർ കേട്ടറിയാൻ തുടങ്ങി. അങ്ങനെ അത് കേട്ടറിഞ്ഞപ്പോൾ തൻ്റെ ചരക്കുകളുമായി ഷാമിലേക്ക് പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ ക്ഷണിച്ചു. എന്ന് പറഞ്ഞാൽ ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം മനസ്സിലാക്കിയപ്പോൾ അവരുടെ ഈ കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് ഷാമിലേക്ക് പോകാൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ക്ഷണിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിലേക്ക് വേണ്ടി ക്ഷണിച്ചു. അപ്പോൾ മറ്റ് വ്യാപാരികൾക്ക് നൽകുന്നതിലേറെ മികച്ച പ്രതിഫലം നൽകാമെന്ന് അവർ വാഗ്ദാനം നൽകുകയും ചെയ്തു. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്രക്ക് സൗമ്യനും അതുപോലെ തന്നെ സത്യസന്ധനും എല്ലാ നിലക്കും ഒരുപാട് സ്വഭാവ ഗുണങ്ങളുള്ള ആളായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ക്ഷണം സ്വീകരിച്ചു. എന്നാൽ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും, അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, മോനെ, സാമ്പത്തികമായി നാം വളരെയധികം പ്രതിസന്ധിയിലാണ്. അബൂ താലിബ് ദരിദ്രനായിരുന്നല്ലോ. അപ്പോൾ ഖദീജയുടെ വ്യാപാരക്കൂട്ടം ഷാമിലേക്ക് പോവുകയാണ്. ഒരുപാട് വ്യാപാരം സാധനങ്ങളുമായി ഷാമിലേക്ക് ഒരുപാട് ആളുകൾ പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നിന്നെ നിയോഗിച്ചാൽ അത് അള്ളാഹു നിനക്കായി ഒരുക്കിയ ഒരു ഉപജീവനമായിരിക്കും. അബൂ താലിബിൻ്റെ ഈ വാക്കുകൾ കേട്ട ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധാരണ മറ്റുള്ളവർക്ക് നൽകുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലം നൽകാമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദീജ റളിയല്ലാഹു അൻഹയുടെ വ്യാപാര ചരക്കുകളുമായി പുറപ്പെട്ടു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സേവകനായ മൈസറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യാത്ര ചെയ്തിരുന്നു. ഷാമിലെത്തിയപ്പോൾ ഒരു സന്യാസി എന്ന് പറഞ്ഞാൽ ഒരു റാഹിബ് പുരോഹിതൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഒരു വൃക്ഷത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ആളെ കണ്ടപ്പോൾ അദ്ദേഹം മൈസറയോട് ചോദിച്ചു, ഇതാരാണ്? ഈ വൃക്ഷത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന ആ മനുഷ്യൻ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ മൈസറ മറുപടി പറഞ്ഞു, അദ്ദേഹം ഖുറൈശിലുകാരനാണ്, ഖുറൈശിലുള്ള ആളാണ്. അപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ തണലിൽ ഒരു പ്രവാചകൻ മാത്രമേ വിശ്രമിക്കാറുള്ളൂ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ മികച്ച രീതിയിൽ മറ്റുള്ളവരൊക്കെ നടത്തുന്നതിനേക്കാൾ മികച്ച രീതിയിൽ വ്യാപാരം നടത്തി വലിയ ലാഭത്തോടു കൂടി സാധനങ്ങളൊക്കെ വിറ്റ് മക്കയിലേക്ക് തന്നെ മടങ്ങി. യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വിശ്വസ്തതയും ഉന്നത സ്വഭാവവും ഒക്കെ നേരത്തെ അറിഞ്ഞിരുന്ന ആ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഒന്നുകൂടി അത് മനസ്സിലാക്കി. പ്രത്യേകിച്ചും മൈസറ മക്കയിലെത്തി അവയെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹയോട് വിശദമായി വിശദീകരിച്ചു കൊടുത്തു. ഇത് കേട്ട ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവും മതിപ്പും അവരോടുള്ള സ്ഥാനവും ഒക്കെ വർദ്ധിച്ചു. പിന്നീട് അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള വിവാഹത്തിന് പ്രധാനമായ കാരണങ്ങളിൽ ഒന്നായത്. ഈ ഹദീസ്
നമ്മൾ സീറ പഠിക്കുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പലപ്പോഴും മേഘം നിഴൽ നൽകിയതും അതുപോലെ തന്നെ പല കാര്യങ്ങളും പിന്നെ പണ്ഡിതന്മാർ ഇതുമായി പല സീറ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദീകരിക്കുന്നുണ്ട്. മേഘം തണലിട്ട കാര്യം മറ്റു കാര്യങ്ങളൊക്കെ. എന്നാൽ അതൊക്കെ ദുർബലമാണ്, അല്ലെങ്കിൽ മുതുത്തറവായ സ്ഥിരതയില്ലാത്ത കാര്യമായിട്ടാണ്, അങ്ങനെയുള്ള സന്നദ്ധമായിട്ടാണ് പണ്ഡിതന്മാർ അതിനെ വിലയിരുത്തിയിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധതയും വ്യാപാര വിജയവും ചരിത്രപരമായി അംഗീകരിക്കപ്പെട്ട കാര്യങ്ങളാണെങ്കിലും അതിനോടൊപ്പം കുറേ കാര്യങ്ങൾ പ്രചരിച്ചിട്ടുണ്ട്. ആ പ്രചരിപ്പിച്ച കാര്യങ്ങളെല്ലാം കുറേ അത്ഭുതങ്ങളുമൊക്കെ ഉള്ളതിലേറെ കൂടുതൽ അത്ഭുതങ്ങൾ അതുപോലെ തന്നെ കാര്യങ്ങളുമൊക്കെ ഇല്ലാത്തത് പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും പ്രചരിപ്പിക്കാൻ പാടില്ല. അതൊന്നും സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങൾ ആയിക്കൊള്ളണമെന്നില്ല എന്നാണ് ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്രന്ഥത്തെ നമ്മൾ അൽ-ലുഅ്ലുഉൽ മക്നൂൻ എന്ന ഈ ഗ്രന്ഥം പ്രത്യേകമായി തിരഞ്ഞെടുക്കാൻ കാരണം, ഗ്രന്ഥത്തിൻ്റെ പ്രത്യേകത തന്നെ ഇത്തരം ഈ സീറകളിലെ സംഭവങ്ങളെ ഹദീസ് നിരൂപണങ്ങളിലൂടെ പരിശോധിച്ച് അതിൽ വ്യക്തമായ കാര്യം മാത്രം അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം അടുത്ത പാഠങ്ങളിൽ നമുക്ക് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.